ആട്ടവും പാട്ടുമായി സന്തോഷിച്ച് നിൽക്കുന്നതിനിടെ ദേ ഇവിടാണ് അവൻ തളർന്നു വീണത്. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. എന്ത് ചതിയാമാവ? എടാ കുഞ്ഞെ, ഇരട്ടച്ചങ്കുള്ള കൊച്ചൻ, യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാത്തവൻ, ഏതെങ്കിലും തരത്തിൽ അവൾ അവനെ അപായപ്പെടുത്തിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ തന്നെ മെഡിക്കൽ ചെക്കപ്പ് അറിയില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. തറോപ്പ് ചെക്കപ്പിനാണ് അവന് വിധേയനാക്കിയത്. ആവശ്യമില്ലാത്ത ബാധ്യതകളൊക്കെ ചുമന്നുകൊണ്ട് വരുമ്പോ കുട്ടികളൊന്നും ആലോചിക്കില്ല. എടാ, ആ പെണ്ണ് അവനോടൊപ്പം 1 വർഷം ഉണ്ടായിരുന്നു. അന്ന് അനുഭവിച്ചൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ അവൻ വിളിച്ചോണ്ട് വന്നത്? കുറെ സ്വത്തും സമ്പത്തും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകം കൂടി വേണം. അന്ന് മദ്യസർക്കാരൊക്കെ നടക്കുന്നതിനിടയിൽ അവൻ എന്തെങ്കിലും വിഷം കൊടുത്തതാണെങ്കിലോ? ഇല്ല, ഞാനൊന്നും മദ്യം കഴിച്ചില്ല. മദ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമെന്താ? മറ്റെന്തിലെങ്കിലും ആയിക്കൂടെ? ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി കഴിച്ചില്ല. നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? പൂർണ്ണമായ വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്? ഇല്ല ചേട്ടാ, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഡോക്ടർമാർ ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? വിവിധ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒന്നിലധികം ഡോക്ടർമാർ പരിശോധിക്കും. അതിനുശേഷം മാത്രമേ രോഗനിർണയം നടത്തൂ. നീ വിഷമിക്കണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം. ആരാ നിങ്ങൾ? ഒരു രോഗിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ ആലീസ് ബേബി, രേവതിയുടെ ആന്റിയാ. എനിക്ക് സുബ്രഹ്മണ്യത്തെ അറിയും. നിങ്ങളെ പറ്റി അവൾ ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇവരുടെ റീയൂണിയനിൽ നിങ്ങളുടെ റോളായിരുന്നു എനിക്ക്. തൽക്കാലം നമുക്ക് ഇവനെ രോഗിയാക്കാതിരിക്കാം. ഭാര്യയെ വീണ്ടും കണ്ട സന്തോഷത്തിൽ ഒരുപക്ഷെ BP ഷൂട്ട് ചെയ്താണെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്താടി, നിന്നെ കണ്ടപ്പോഴേ പാവത്തിന് BP കൂടിയോ? എന്താ സംഭവിച്ചെന്നറിയില്ല. ഒന്നുറപ്പാ, അശ്വിനി വീണു. എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. ഹാലിസാന്റെ ആദ്യമായി ഈ വീട്ടിൽ വന്നിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. സാരമില്ല മോനെ. എന്താടാ ഇത്? കൊച്ചുകുട്ടിയാണോ നീ? പൂർണ്ണമായ വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വാ. ഇതിന്റെ പേര് സ്നേഹമൊന്നും അല്ലേട്ടാ? അശ്വിനി, ഒരുമാതിരി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനെ പോലെ. ഞാൻ സംശയിക്കുന്നു എന്റെ കൊച്ചനെ ആരോ ചതിച്ചതാ. നമ്മൾ പോലീസിൽ വിവരമറിയിച്ച് ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറക്കി വിടും. നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും പോലെ ഒരിക്കലും ഇവിടെ ഇറങ്ങി പോയതല്ല. ഈ വരവിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. എന്താ, നിനക്കവനെ കൊല്ലണോ? അയാളെ മാത്രമല്ല, നിങ്ങളെയും കൊല്ലണമെങ്കിലോ? രേവതി, വെറുതെ മൂപ്പിലാനെ ഒന്ന് പേടിപ്പിച്ചതാ. മകളെന്നൊരു പിരിയാച്ചെരക്ക് അനന്തരവന്റെ തലയിൽ കെട്ടിവെക്കാൻ ഏറെ കാലമായി പരിശ്രമിക്കുക അമ്മ. കാഴ്ചയിൽ ആന്റിയെ പോലിരിക്കുന്ന ഒരു സാധനം, അശ്രീകരൻ. അത് ശരി, അപ്പൊ ഞാൻ കാണാൻ അശ്രീകരമാണെന്ന്? ഏയ്, ആന്റി അങ്ങനെയൊന്നും അല്ല. ആന്റിയെ കണ്ടാൽ ഇപ്പോഴും പയ്യന്മാര് ശ്രദ്ധിക്കും. പൊടി, കുമാറിന് എന്താ സംഭവിച്ചത്? ഡോക്ടർമാര് പറഞ്ഞില്ലേ? ഇതൊക്കെ അവന്റെ അഭിനയമാണെന്ന്. എന്തിന്? എന്നെ ചതിക്കാൻ. കോടതി മുറിയിൽ നാണം കെട്ടിയതല്ലേ. സ്വന്തം കുഞ്ഞിനെ കൊന്നവനെന്നും ഭാര്യയുടെ പൗരാവകാശങ്ങളെ ലംഘിച്ചവനെന്നുമൊക്കെ കോടതി പരാമർശിച്ചില്ലേ? എന്നിട്ടോ എനിക്ക് മാസാമാസം മെയിൻ്റനൻസ് തരണമെന്ന് വിധിച്ചു. ആണും പെണ്ണും കെട്ടവന്റെ ചെലവിൽ എനിക്ക് ജീവിക്കേണ്ടത് കോടതി മുറിയിൽ ഞാൻ പറഞ്ഞപ്പോ കൂടിയിരുന്നവർ പൊട്ടിച്ചിരിച്ചു. അന്ന് അവിടുന്ന് നാണം കെട്ടി ഇറങ്ങിയവൻ എനിക്കെതിരെ കെണി ഒരുക്കില്ലേ? അതിനെന്തിനായാൽ രോഗിയായിട്ട് അഭിനയിക്കണം? പ്രകടനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കാത്തിരുന്ന് കാണാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം നീ പോയിരുന്നോ? ഇല്ല, ബേബി ചാൻ പോയിരുന്നു. ബേബി പറഞ്ഞത് കൊണ്ടു ചെന്നപ്പോ തന്നെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്തു, എന്തൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി നോക്കിയാ. ഇത് കണ്ടോ? എന്താ ഇത്? അകത്ത് ചെന്നാൽ ഉടൻ മരണം സംഭവിക്കുന്ന കൊടിയ വിഷമാണ്. ഇത് എവിടുന്ന?
അശ്വിനിയുടെ ഡ്രസ്സിംഗ് ടേബിളിലെ ട്രോയിൽ നിന്ന്. എന്തിനാണ് ഈ മാരകവിഷം കരുതിയേക്കുന്നെന്ന് കുമാറിനോട് ചോദിച്ചില്ലേ? വന്നേടി, നമുക്ക് ചോദിക്കാം. വാ. അയാൾ ബാത്റൂമില്ല. ഞാനിത് എടുത്ത വിവരം അയാൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നുറപ്പാ, ഒന്നുകിൽ ഇത് ചാകാൻ, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ. നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടിയത് ജീവിക്കാനോ അതോ മരിക്കാനോ? വിഷം കരുതി കാത്തിരുന്നതിനോട് തന്നെ ചോദിക്കായിരുന്നില്ല. സുഖമില്ലാത്തയാളെ വിചാരണ ചെയ്യുന്നില്ല. സുഖമില്ലായ്മ ഒരു അഭിനയമാണെങ്കിലോ? എന്തിന്? അതെ, എന്തിന്? ഈ വിഷം കരുതിയത് എന്തിന്? ആ ചോദ്യത്തിന് ഉത്തരമാ വേണ്ടത്. ഇവരുടെ ഇടയിൽ കിടന്ന് മനുഷ്യനെ പോലെ പെരുമാറുന്ന നമ്മളുണ്ടല്ലോ, വിഡ്ഢികളാ, വിഡ്ഢികൾ. അശ്വിനി നോക്കുന്ന ഡോക്ടറാ. ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന്. നമ്മൾ എന്തിന് ഇവരുടെയൊക്കെ കാര്യത്തിന് മനുഷ്യത്വം സ്നേഹമൊക്കെ ചെലവിടണം? ആത്മാർത്ഥമില്ലാത്ത തലമുറ. ജീവിതം എന്നത് താനും തന്നെ നിഴലും മാത്രമാണോ? അല്ല, അതൊരു കൂട്ടായ്മയാണ്. സുബ്രഹ്മണ്യം, നിങ്ങൾ പോണം. ഇയാളുടെ കണ്ണിലെ സ്നേഹത്തിന്റെ നിലവൻ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് വരൂ പ്ലീസ്. നീ ഇപ്പോ തന്നെ എന്നോടൊപ്പം ഇറങ്ങുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇല്ല, എന്തിനേയും നേടാൻ തയ്യാറായിട്ടാണ് എന്റെ ഈ രണ്ടാം വരം. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയില്ല. പരമാവധി സംഭവിച്ചാൽ എന്താ? മരിക്കും. അതാണ് ഈ വരവിൽ എന്റെ വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി ഞാൻ നിന്റെ അമ്മയെ വിവരം അറിയിക്കും. അത് വേണ്ട. കേസിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോ മറ്റൊരു വിവാഹത്തിന് അമ്മ നിർബന്ധിച്ചു. ഇനി അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് പിണങ്ങി മരണം വരെ പരസ്പരം കാണില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അല്ല മോളെ, സാവിത്രി അറിയണം. നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ അപകടത്തിലേക്ക് നയിച്ചു എന്ന് നിന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തില്ലേ? നിങ്ങൾ നന്നായി ജീവിക്കും, ആ ജീവിതത്തിലേക്ക് നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. നല്ല പുള്ളികളാ. നിങ്ങൾ എല്ലാവരുടെ കൂടിയിട്ട് എന്നെ മാത്രം വിളിച്ചില്ല. എന്താ, ഒരു പോലീസുകാരൻ നിങ്ങളുടെ കമ്പനിക്ക് പറ്റാത്തവനായതുകൊണ്ടാണോ? അശ്വിനിയുടെ ചേട്ടനാ പ്രസന്നൻ. ഹായ്. ഒരു പോലീസ് കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അതിലെ പ്രതിയാ. ഇതാരാ? ഇത് ആലീസ്. ഹോ, സരിതാന്നാകാഞ്ഞത് ഭാഗ്യം. ആലീസ്, ആലീസും പോലീസും, പോലീസും ആലീസും, ആലീസും പോലീസും. നല്ല ചേർച്ചയാ. ഇതെന്റെ ആന്റിയാ. രേവതി, ഞാൻ ഇറങ്ങുന്നേ. ഞാൻ കൊണ്ടുവിടാം. എനിക്ക് തനിച്ചു പോകാൻ അറിയാം. അയ്യോ, സ്ത്രീകൾ ഒറ്റയ്ക്ക് നടക്കുന്നത് സൂക്ഷിക്കണം. ഇത് കേരളമാ. ഒരു പോലീസുകാരൻ സഹായത്തിനുണ്ടാകുന്നത് നല്ലതാ. ഇപ്പൊ സ്ത്രീ പീഡനത്തിന്റെ ഒക്കെ സീസൺ അല്ലേ? ഹോ, ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടാ. ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ട് പ്രസന്നന് എന്ത് തോന്നുന്നു? ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ തോന്നുന്നു. ചോദിച്ചോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ആ കോളേജിലെ പോലീസിനെ ചേർക്കില്ല. മുഖം കണ്ടിട്ട് ദാമ്പത്യ ജീവിതം അത്ര ഭദ്രമല്ലെന്നൊരു തോന്നൽ. ഓ, കൈനോട്ടക്കാരനാണോ? കൂട്ടത്തിൽ കയ്യിലും നോക്കും. ആ ഫോൺ നമ്പർ തരാമോ? എന്തിനാ? വെറുതെ മിസ് കോൾ ഇട്ട് കളിക്കാൻ. രേവതി, ഞാൻ ഇറങ്ങുന്നു. എന്ത് വിശേഷം ഉണ്ടെങ്കിലും വിളിച്ചറിയിക്കണം. അറിയിച്ചിരിക്കും. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, പ്രസന്നൻ ചേട്ടൻ പാവോ? പ്രസന്നന്റെ കാര്യമല്ല പറഞ്ഞത്. പ്രസന്നനെ വെറുതെ വാചകമേ ഉള്ളൂ എന്നറിയരുതോ. സുബ്രഹ്മണ്യം വന്നിട്ട് വിളിക്കണം. അതെ, അമ്മാവൻ വിളിച്ചു പറഞ്ഞു. എടാ, അവള് വന്നിട്ടുണ്ട്. അവളെ കണ്ടപ്പോഴേ ചെറുക്കനെ തലച്ചുറ്റി ദീനം പിടിച്ചു വന്നു. എന്താ അവന് കാര്യം വ്യക്തമല്ല. ആള് വിശ്രമിക്കുക. ചേട്ടൻ എന്താ എന്നെ കല്യാണം വിളിക്കാതിരുന്നത്? അയ്യോ, കല്യാണം കഴിച്ചതല്ല, പിന്നെ നാട്ടുകാർ പിടിച്ചു വെച്ച് കെട്ടിച്ചതാ. വിലാസിനുടെ വീട്ടിൽ അത്യാവശ്യം പോക്കുവര ഉണ്ടായിരുന്നു എനിക്ക്. സദാചാര സംരക്ഷകരായ പിള്ളേർക്ക് അതത്ര സുഖിച്ചില്ല. അവസാനം അവന്മാർ മെനക്കെട്ടങ്ങ് കല്യാണം നടത്തി. എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വിലാസിനിക്ക് ഭാഗ്യം തെളിഞ്ഞു. അവളിപ്പോ SI. ഭാര്യ സാറെന്ന് വിളിക്കാനും സല്യൂട്ട് ചെയ്യാനും ഭാഗ്യം ലഭിച്ചില്ലേ? എന്റെ പട്ടി വിളിക്കും. കേറി പോടിയാത്ത്. ഓ, നീ വന്നോ? ആ, ഞാൻ പോണോ? കുട്ടി അകത്തേക്ക് നേന്നാട്ടെ. ഞങ്ങൾക്ക് ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അമ്മാവൻ കുടുംബ സ്വത്ത് മുഴുവനും എനിക്കെഴുതി തരാൻ പോവുക. പ്രായമായ വടി തോളലായി, മൂക്കി പഞ്ഞു വെക്കാറായി. എന്നാലും മറ്റുള്ളവർ കാപ്പ് വെക്കുന്ന പണി നിർത്തുന്നു. എടാ, നീ അവനെ കണ്ടോ? അശ്വിനിയെ തലച്ചുറ്റലായിട്ട് വിശ്രമിക്കുന്നവനെ ശല്യപ്പെടുത്താൻ പാടുണ്ടാമാവാ. എനിക്കെന്തോ അപകടം മണക്കുന്നുണ്ട്. ചെറുക്കൻ തട്ടിപ്പോകുന്നതാണ്. അത് അമ്മാവന്റെ കുഴിത്തിരുമ്പോണ്ട് തോന്നുന്നു. എടാ, അവളവനെ അപകടപ്പെടുത്താൻ എന്തോ ചെയ്തതായിരിക്കും.
അന്ന് രാത്രി ആ. ബേബി എന്നൊരു പട്ടാളക്കാരൻ ഇവിടെ വന്നിരുന്നു. സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നല്ലോ. എടാ, പിണങ്ങി പിരിഞ്ഞവർ വീണ്ടും ഒന്നിച്ചു. ആ. ആ രാത്രി തന്നെ അവൻ ബോധമറ്റ് വീണു. നിനക്കിതിൽ ഒരാശങ്കയില്ലേ? വരാനുള്ളത് വഴി തങ്ങില്ല അമ്മാവ. എന്ത് പറ്റടാ നിനക്ക്? നിനക്ക് ആരോ ഏതാണ്ടൊക്കെ ചെയ്തതാണെന്ന് അമ്മാവൻ പറയുന്നത്. അല്ല, ഇനി അമ്മാവൻ തന്നെ എന്തെങ്കിലും പണി പറ്റിച്ചു? സുബ്രഹ്മണ്യന, നിനക്ക് എന്താണെന്നറിയാൻ നിന്നേക്കാൾ താല്പര്യം മറ്റു ചിലർക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞടാ? നീ വേഗം തയ്യാറാകും. നമുക്ക് ഉടനെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറണം. എന്താണ് അതിനൊക്കെ പ്രശ്നം? എന്താ അതിന്? ഇവന് ഉടനെ ഒരു മെഡിക്കൽ കെയർ അത്യാവശ്യമാണ്. എന്താ ഏട്ടാ, എനിക്ക് എന്താ സംഭവിക്കുന്നത്? പേടിക്കാനൊന്നുമില്ല, നീ വേഗം തയ്യാറായി. എന്താ ഉണ്ടായത്? എന്താ ഏട്ടാ? പറ. നിന്റെ 2 വൃക്കകളും തകരാറിലാണ്. വൃക്കകളും തകരാറായതിനാൽ എത്രയും വേഗം വൃക്ക മാറ്റി വെച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. കർമ്മങ്ങൾ തൻ ശോകഭാരമേന്തി കിതയ്ക്കും ഇതോരോ മനുഷ്യജന്മം. കർമ്മങ്ങൾ തൻ ശോകഭാരമേന്തി കിതയ്ക്കും ഇതോരോ മനുഷ്യജന്മം. ഇത് കഥയോ